ഹലോ എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. അതിൽ ഒന്നാമതായിട്ട് തന്നെ എന്താ ചോദിക്കുന്നത്, ഇൻ വിച്ച് ഇയർ വാസ് ദ ഓട്ടം റിട്ടൺ? ഏത് വർഷമാണ് ഈ കവിത രചിക്കപ്പെട്ടത്? ആൻസറായിട്ട് നമുക്ക് എന്ത് എഴുതാം? 1819. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിത്ത് whom വാസ് കീറ്റ്സ് എൻഗേജ്ഡ് ഇൻ 1819? 1890 ആരുമായാണ് കീറ്റ്സിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസറായിട്ട് എന്ത് ചെയ്താം? ഫാനി ബ്രൗൺ. ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ 1 മാർക്കിൻ്റെ, അതും കൂടി നോക്കൂ. ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ലൈൻ ദ ബോസം ഫ്രണ്ട് ഓഫ് ദ മെച്ചുറിങ് സൺ ഈസ് ഡാഷ്. ഈ ലൈനിലെ ഫിഗർ ഓഫ് സ്പീച്ച് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസറായിട്ട് പേഴ്സോണിഫിക്കേഷനും മെറ്റഫറും ആണ്. ഒരു ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അതിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. വൈ ഈസ് ഓട്ടം കോൾഡ് ദ സീസൺ ഓഫ് മിഡ്സ് ആൻഡ് ഫെല്ലോ ഫ്രൂട്ട്ഫുൾനെസ്? എന്തുകൊണ്ടാണ് ഓട്ടത്തിനെ സീസൺ ഓഫ് മിഡ്സ് ആൻഡ് ഫെല്ലോ ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറയുന്നത്? കാരണം എന്താ, ആ കാലാവസ്ഥയിൽ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വീഴും അല്ലേ. ആ കാലാവസ്ഥ പഴങ്ങൾ, ഫ്രൂട്ട്സൊക്കെ പഴുക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. പിന്നെ കവി പറയുന്ന വേറെ കാര്യം എന്താ, ഈ ഒരു ഓട്ടം എന്ന് പറയുന്നത് സൂര്യൻ്റെ ആത്മസുഹൃത്താണ്. അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് മുന്തിരി, ആപ്പിൾ മുതലായവ പഴങ്ങളെ പഴുപ്പിച്ചെടുക്കുന്നു എന്നും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഓട്ടത്തിനെ എന്ത് പറയുന്നത്? സീസൺ ഓഫ് മിഡ്സ് ആൻഡ് ഫെല്ലോ ഫ്രൂട്ട്ഫുൾനെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കൂ. ഹൂ ഈസ് കോൾഡ് ദ ബോസം ഫ്രണ്ട് ഓഫ് ദ മെച്ചുറിങ് സൺ? ആരെയാണ് സൂര്യൻ്റെ ആത്മസുഹൃത്ത് എന്ന് വിളിക്കുന്നത്? ഓട്ടം ഈസ് കോൾഡ് ബോസം ഫ്രണ്ട് ഓഫ് ദ മെച്ചുറിങ് സൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് കൺസിസ്റ്റ് ഓഫ് ദ മ്യൂസിക് ഓഫ് ഓട്ടം? ഓട്ടത്തിൻ്റെ മ്യൂസിക് എന്താ? കൊതുകിനെ പോലുള്ള ചെറു പ്രാണികളുടെ കൂട്ടം മൂളി പറക്കുന്ന മ്യൂസിക്, അതൊരു മ്യൂസിക്കാണ്. ആട്ടിൻകുട്ടികൾ കരയുന്നത് ഒരു മ്യൂസിക്കാണ്. ചീവീടുകൾ ഒച്ചയുണ്ടാക്കുന്നത് ഒരു മ്യൂസിക്കാണ്. പാടുന്ന പക്ഷികളുടെ മ്യൂസിക്സും അതും ഒരു മ്യൂസിക്കാണ്. കുരുവികളുടെ നാദം, അതൊക്കെയാണ് എന്ത്? ഓട്ടത്തിൻ്റെ മ്യൂസിക്സ് എന്ന് പറഞ്ഞിട്ട് കവി പറയുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിൽ വിച്ച് ഫെമിനിൻ ഇമേജ് വാസ് യൂസ്ഡ് ബൈ കീറ്റ്സ് ടു ഡിസ്ക്രൈബ് ഓട്ടം? ഈ ഓട്ടത്തിനെ വിവരിക്കാൻ വേണ്ടിയിട്ട് ഏത് സ്ത്രീയുടെ രൂപമാണ് കീറ്റ്സ് ഉപയോഗിച്ചതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ധാന്യദേവതയായ സിരീസിൻ്റെ രൂപമാണ് കീറ്റ്സ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് മേക്സ് ദ പോയറ്റ് ടു പുട്ട് അപ്പ് ദ ക്വസ്റ്റ്യൻ വെയർ ആർ ദ സോങ്സ് ഓഫ് ദ സ്പ്രിങ്? എന്തുകൊണ്ടാണ് കവി വാട്ട് ആർ ദ സോങ്സ് ഓഫ് ദ സ്പ്രിങ് എന്ന് ചോദിക്കുന്നത്? ജനങ്ങളുടെ വിശ്വാസം എന്താണ്? ഓട്ടത്തിന് മ്യൂസിക് ഒന്നുമില്ലെന്നാണ്. വസന്തകാലത്തിൽ പലതരം മ്യൂസിക്സ് നമുക്ക് കേൾക്കാം അല്ലേ. കവി ജനങ്ങളോട് പറഞ്ഞ എന്താണ്? ഓട്ടത്തിന് അതിൻ്റേതായിട്ടുള്ള മ്യൂസിക് ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ചെറുജീവികളുടെ സൗണ്ട്, അതൊക്കെ തന്നെയാണ് കവിയുടെ ഉദ്ദേശിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ്പ്ലെയിൻ ബാർഡ് ക്ലൗഡ്സ് ബ്ലൂം ദ സോഫ്റ്റ് ഡൈൻ ഡേ ഓർ ആൻഡ് ടച്ച് ദ സ്റ്റബിൾ പ്ലെയിൻസ് വിത്ത് റോസി ഹ്യൂ. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ലൈന്. പലതരം വരകളുള്ള മേഘങ്ങൾ അന്തരീക്ഷത്തിൽ ഫ്ലവേഴ്സ് പോലെ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഈ സൂര്യപ്രകാശം ഈ മേഘങ്ങളിലൂടെ കടന്നു വന്ന് പുൽത്തകിടുകൾക്ക് റോസ് കളർ കൊടുക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈ ഈസ് ഇറ്റ് സെഡ് ദാറ്റ് ദ സമ്മർ ഹാസ് ഓവർ ബ്രിംഡ് ദ ക്ലാമി സെൽസ് ഓഫ് ബീസ്? തേനീച്ചകളുടെ അറകൾ എന്തുകൊണ്ടാണ് വേനൽക്കാലത്ത് ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഇരിക്കുന്നത്? ആൻസറായിട്ട് എന്ത് ചെയ്താം? ഈ വേനൽക്കാലത്ത് ധാരാളം പൂക്കൾ വിരിയൂലേ. ആ സമയം തേനീച്ചകൾ തേൻ ശേഖരിച്ചിട്ട് അവയുടെ അറകൾ നിറക്കും. അതുകൊണ്ടാണ് അവ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നിപ്പിക്കുകയും അവയിൽ നിന്ന് തേൻ കവിഞ്ഞൊഴുകുകയും ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലാസ്റ്റ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ വെയിൽഫുൾ ചോൾ ഡിസ്ക്രൈബ്ഡ് ബൈ കീറ്റ്സ് ഇൻ സ്റ്റാൻഡ 3? ഈ നദീതീരത്തൊക്കെ കാണപ്പെടുന്ന കൊതുകിനെ പോലുള്ള ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവില്ലേ, അവ കൂട്ടത്തോടുകൂടെ പറക്കുമ്പോൾ ആ ചിറകടിക്കുന്ന സൗണ്ട് ആണ് ഇവിടെ കവി എന്ത് ഉദ്ദേശിക്കുന്നത്? ചരമഗീതം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. 5 മാർക്ക് ക്വസ്റ്റ്യൻസും 10 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈൻസിൽ നന്നാക്കി എഴുതണം. ഹൗ ഡസ് ദ പോയറ്റ് പേഴ്സോണിഫൈ ഓട്ടം ഇൻ കീറ്റ്സ് പോയം? കീറ്റ്സിൻ്റെ കവിതയിൽ എങ്ങനെയാണ് ഓട്ടത്തിനെ പേഴ്സോണിഫൈ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു കീറ്റ്സ് എന്താണ് ഓട്ടത്തിനെ വിളിച്ചിരുന്നത്? ബോസം ഫ്രണ്ട് ഓഫ് ദ മെച്ചുറിങ് സൺ. അതിൻ്റെ റീസൺസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കമൻറ്റ് ഓൺ കീറ്റ്സ് ട്രീറ്റ്മെൻറ്റ് ഓഫ് നാച്ചർ. കീറ്റ്സിൻ്റെ പ്രകൃതി സ്നേഹത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ
അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. വേർഡ്സ്വർത്ത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത് ഹൈ പ്രീസ്റ്റ് ഓഫ് ദ നാച്ചർ ആണ് കീറ്റ്സ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടി വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതാ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ക്യാരക്ടറൈസസ് ദ മ്യൂസിക് ഓഫ് ഓട്ടം? ഓട്ടത്തിൻ്റെ സംഗീതം എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞിരുന്നു ജനങ്ങളുടെ വിശ്വാസം എന്താണ്? ഓട്ടത്തിന് മ്യൂസിക് ഇല്ല. പക്ഷേ ശരിക്കും എന്ത് മ്യൂസിക് ഉണ്ട് അല്ലേ? ആ മ്യൂസിക് എന്തൊക്കെയായിരുന്നു? ലാംപ്സ് കറിയുന്നത്, പിന്നെ എന്തൊക്കെയാണ് കൊതുകളുടെ ചിറകടിക്കുന്ന സൗണ്ട്, അതൊക്കെയായിരുന്നു മ്യൂസിക് അല്ലേ? അതൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ ദി ലിറിക്കൽ ഇമാജറി ഇൻ ഓഡ് ടു ഓട്ടം. ഓഡ് ടു ഓട്ടം എന്ന കവിതയിലെ ഇമാജറി എന്തൊക്കെയാണ്? അതിലെന്തൊക്കെയുണ്ട്? പഴങ്ങൾ പഴുക്കുന്നുണ്ട്, ഹണി ഓവർഫ്ലോ ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെയാണ് ആപ്പിൾ ട്രീസൊക്കെ പറയാം അല്ലേ? ഇനി 10 മാർക്ക് നോക്കൂ. ഓഡ് ടു ഓട്ടം ഈസ് വൺ ഓഫ് ദ തീമാറ്റിക്കലി റിച്ച് ഓഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തീമാറ്റിക്കലി ഇംഗ്ലീഷ് കവിതയിൽ ഏറ്റവും മികച്ച കവിതയായിട്ട് ഓഡ് ടു ഓട്ടത്തിനെ വിശദീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഓഡ് ടു ഓട്ടം ഏറ്റവും നന്നാക്കിയിട്ടുള്ള ഹൈ ലെവലിൽ നിങ്ങൾക്ക് ഓഡ് ടു ഓട്ടത്തിൻ്റെ എല്ലാ നല്ല പ്രത്യേകതകളും വെച്ചിട്ട് എഴുതാം. ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡസ് കിഡ്സ് കൺവേ ദ തീം ഓഫ് ഡെത്ത് ആൻഡ് റീബർത്ത് ത്രൂ ഡെത്ത് ഇൻ ഓഡ് ടു ഓട്ടം? ഓഡ് ടു ഓട്ടത്തിൽ കൂടി കിഡ്സ് എങ്ങനെയാണ് മരണത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ഒരു തീം ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആയിട്ട് എങ്ങനെ തുടങ്ങണം? നമുക്കെല്ലാവർക്കും അറിയാം, ജനിച്ചാൽ മരണമുണ്ട്, പിന്നെ എന്താണ് ഒരു കോയിൻ്റെ 2 സൈഡ് പോലെയാണ് മരണം ജനനം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ.